അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൂന്നാം ക്ലാസ്സിലെ താരീഖിൻ്റെ ചില പാഠങ്ങൾ നമുക്ക് നോക്കാം. മൂന്നാം ക്ലാസ്സിലെ താരീഖിൻ്റെ ഒന്നാമത്തെ പാഠം ഹബീബി എന്നതാണ്. ഹബീബി എന്ന് പറയുമ്പോൾ എൻ്റെ ഹബീബ്, അതായത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചാണ് ഈ പാഠത്തിലൂടെ പഠിച്ചു പോകുന്നത്. നമുക്ക് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ നബിയുടെ ചരിത്രങ്ങൾ പഠിക്കാനാണ് നമുക്ക് മൂന്നാം പാഠത്തിലെ താരീഖ് എന്ന് ഉള്ളത്. നമുക്ക് ആദ്യമായിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പച്ച കുബ്ബ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന മുനവ്വറയിലെ അവിടുത്തെ പച്ച കുബ്ബയാണ് ഇതിലൂടെ ചിത്രങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. നമുക്ക് പാഠത്തിൻ്റെ തുടക്കത്തിൽ ഒരു പാട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ആ പാട്ട് ഇങ്ങനെ പാടാം. ഹയ്യ ഹയ്യ യാ അസ്ഹാബി അഹ്ലൻ അഹ്ലൻ യാ അഹ്ബാബി നർതഅ ഹൗല ഹയാത്തിൽ ഹിബ്ബി നസ്മഅ സീറതഹു ബിൽ ഖൽബി അബ്ദുല്ലാഹി അബൂഹു സുമ്മ ആമിനതു ഹിയ കാനത് ഉമ്മ صدق قريشيا من هاشم قاد البشر بخلق ناعم جاء بدين هو ينجينا في دنيانا وأخرانا وغدا هو يشفع عند الله صل عليه وسلم الله. ഇതാണ് ആ പാട്ട്. നമുക്കിത് പാട്ട് പഠിക്കാനുള്ളതാണ്. നമുക്ക് പാട്ട് പാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ആ മദ്ഹ് ഇങ്ങനെ നമുക്ക് പാട്ടിലൂടെ നമുക്ക് കണ്ടും കേട്ടും ആസ്വദിക്കാം. നമുക്കിനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നോക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള മനോഹരമായ ഗാനം കേട്ടില്ലേ? ഗാനം ഇഷ്ടമായോ? നബി തങ്ങളെക്കുറിച്ച് മുമ്പ് വേറെയും കഥകളും ഗാനങ്ങളും നിങ്ങൾ കേട്ട് കാണുമല്ലോ. എത്ര പറഞ്ഞാലും പാടിയാലും കേട്ടാലും പൂതി തീരാത്ത അത്രയും ഗംഭീരമാണ് നമ്മുടെ നബിയുടെ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് നമുക്ക് ഇനിയും അറിയണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പഠിക്കും തോറും അവിടത്തോട് നമുക്ക് കൂടുതൽ ആദരവും ഇഷ്ടവും ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നാം പൂർണ്ണ മുഅ്മിനാവുകയുള്ളൂ. നമുക്ക് പഠിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇതിലൂടെ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിതാവ് അബ്ദുള്ള, മാതാവ് ആമിന ബീവി, ഗോത്രം ഖുറൈശ്, കുടുംബം ഹാഷിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ്. നബിയുടെ പേര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ പിതാവ് അബ്ദുള്ള, നബിയുടെ മാതാവ് ആമിന ബീവി, നബിയുടെ ഗോത്രം ഖുറൈശ്, നബിയുടെ കുടുംബം ഹാഷിം. നമുക്ക് ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ കൂടി നോക്കാം. ഏറ്റവും ഉത്തമ സ്വഭാവത്തിൻ്റെ ഉടമയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സർവ്വ ലോകത്തിനും അനുഗ്രഹമായി വന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് വേണ്ടി നാളെ മഹ്ശറിൽ അള്ളാഹുവിനോട് ഷഫാഅത്ത് ചെയ്യും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് മുഹമ്മദ് നബിയുടെ ചില പ്രത്യേകതകൾ ഇവിടെ പറഞ്ഞത്. ഇനി നമുക്ക് ചില ഭാഗം നോക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ചിത്രങ്ങളുടെ പേര് ചോദിച്ചറിഞ്ഞ് എഴുതാം. ആദ്യത്തെ വലതുഭാഗത്തുള്ള ആദ്യത്തെ ചിത്രമാണ് കഅബ, കഅബയുടെ ചിത്രമാണ്. രണ്ടാമതുള്ളത് ബൈത്തുൽ മുഖദ്ദസാണ്, ബൈത്തുൽ മുഖദ്ദസ്. മൂന്നാമത്തേത് മദീന റൗളയാണ്, മദീനയിലെ റൗളയാണ് അത്. തദ്രീബാത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം യോജിച്ചതിനോട് ചേർക്കാം എന്നതാണ്. ഇവിടെ നമുക്ക് നോക്കാം.
വലതുഭാഗത്തുള്ള പദങ്ങളെ ഇടതുഭാഗത്തിലുള്ള പദങ്ങളിലേക്ക് ചേർത്ത് എഴുതണം. നമുക്ക് ഇങ്ങനെ വായിക്കാം. ഒന്നാമത്തേത് ഗോത്രം ഖുറൈശ്, പിതാവ് അബ്ദുള്ള, കുടുംബം ഹാഷിം, നമ്മുടെ നബിയുടെ പേര് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മാതാവ് ആമിന ബീവി. ഇതാണ് നമുക്ക് ഈ പാഠത്തിലൂടെ പഠിക്കാനുള്ളത്. രണ്ടാമത്തെ പാഠം, താരീഖിലെ രണ്ടാമത്തെ പാഠം, മക്കത്തുൽ മുക്കറമ, മക്കയുമായി ബന്ധപ്പെട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രത്തിൽ മക്കയുമായി ബന്ധമുള്ള ചില കാര്യങ്ങളാണ് ഇതിലൂടെ പ്രതിപാദിക്കുന്നത്. നമുക്കിതിലൂടെ ആദ്യമായിട്ട് കഅബയുടെ ചിത്രം കാണാം. അഥവാ ഹജ്ജ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കാറുള്ള ആ ഒരു രീതി തന്നെയാണ് ഈ ചിത്രത്തിലൂടെ കാണുന്നത്. നമുക്ക് നോക്കാം പാഠത്തിൻ്റെ ഭാഗം. സൗദി അറേബ്യയിൽ പരിപാവനമായ നഗരമാണ് മക്ക. സൗദി അറേബ്യയിലെ പരിപാവനമായ നഗരമാണ് മക്ക. നമ്മുടെ നബി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതും വളർന്നതും ഇവിടെയാണ്. നബിയുടെ ജനനവും അതേപോലെ തന്നെ വളർന്നതും മക്കയിലാണ്. ചിത്രത്തിൻ്റെ മധ്യത്തിൽ കാണുന്നതാണ് പ്രസിദ്ധമായ കഅബ ഷരീഫ്. ഏക ഇലാഹായ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനായി ഭൂമിയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട വിശുദ്ധ ഭവനമാണ് കഅബ. പരിശുദ്ധ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും മുസ്ലിംകൾ എത്തുന്നത് മക്കയിലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം തൻ്റെ പത്നി ഹാജറ ബീവിയെ റളിയല്ലാഹു അൻഹയെയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും കൊണ്ടുവന്ന് താമസിപ്പിച്ചത് ഇവിടെയാണ്. പരിശുദ്ധ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും മുസ്ലിങ്ങൾ എത്തുന്നത് മക്കയിലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം തൻ്റെ പത്നി ഹാജറ ബീവിയെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും കൊണ്ടുവന്ന് താമസിപ്പിച്ചത് ഇവിടെയാണ്. അന്ന് ദാഹജലത്തിനായി ഇസ്മായിൽ അലൈഹിസ്സലാം കരഞ്ഞ് കാലിട്ടടിച്ച സ്ഥലത്ത് ഉറവയെടുത്ത പുണ്യജലമാണ് മാഉ സംസം. മക്ക നഗരത്തിന് ബക്ക എന്നും ഉമ്മുൽ ഖുറ എന്നും പേരുണ്ട്. പാഠത്തിൻ്റെ തദ്രീബാത്ത് കൂടി നോക്കാം നമുക്ക്. ഒന്നാമത്തെ ഭാഗം യോജിച്ചത് ചേർക്കാം എന്നതാണ്. വലതുഭാഗത്തുള്ള പദങ്ങളെ ഇടതുഭാഗത്തുള്ള പദങ്ങളിലേക്ക് ചേർത്ത് നമുക്ക് ശരിയാക്കണം. ഒന്ന്, ഉമ്മുൽ ഖുറ, അതിനോട് യോജിച്ചതാണ് മക്കത്തുൽ മുക്കറമ. ഉമ്മുൽ ഖുറ മക്കത്തുൽ മുക്കറമ. രണ്ട്, ഇസ്മായിൽ അലൈഹിസ്സലാം മാഉ സംസം. മൂന്ന്, പത്നി ഹാജർ റളിയല്ലാഹു അൻഹ. നാല്, ആദ്യ ഭവനം കഅബ ഷരീഫ്. ഉമ്മുൽ ഖുറ മക്കത്തുൽ മുക്കറമ, ഇസ്മായിൽ അലൈഹിസ്സലാം മാഉ സംസം, പത്നി ഹാജറ റളിയല്ലാഹു അൻഹ, ആദ്യ ഭവനം കഅബ ഷരീഫ്. തദ്രീബാത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ശരി തെറ്റ് അടയാളപ്പെടുത്താം. ശരിയായതിന് ശരിയെന്നും തെറ്റായതിന് തെറ്റ് എന്നും അടയാളപ്പെടുത്താം. നമുക്ക് നോക്കാം. ഒന്ന്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. ശരി, കേട്ടിട്ടുണ്ടാകാം, അപ്പോൾ ശരിയെന്ന് ഇടുക. രണ്ട്, മാഉ സംസം ഞാൻ കുടിച്ചിട്ടുണ്ട്. കുടിച്ചിട്ടുണ്ടാകാം എങ്കിൽ ശരിയെന്ന് അടയാളപ്പെടുത്തുക. മക്കത്തുൽ മുക്കറമ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടു എന്നെഴുതുക, അല്ലെങ്കിൽ തെറ്റാണെന്ന് എഴുതുക. നാല്, എൻ്റെ വീട്ടിൽ ഉംറ ചെയ്തവർ ഉണ്ട്. നമ്മുടെ വീട്ടിൽ ഉംറ ചെയ്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ശരിയെന്നിടുക, അല്ലെങ്കിൽ തെറ്റ് എന്നിടുക.
ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം പേരെഴുതാം എന്നതാണ്. മൂന്നാമത്തെ ഭാഗം പേരെഴുതാം എന്നുള്ളതാണ്. ഇതിലുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം. ചോദ്യം 2, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ മാതാവ് ഹാജർ ബീവി. ചോദ്യം 3, മക്കയുടെ മറ്റു പേരുകൾ ബക്ക, ഉമ്മുൽ ഖുറ. മക്കയുടെ മറ്റു പേരുകൾ ബക്ക, ഉമ്മുൽ ഖുറ. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഉത്തരം പറയാം എന്നതാണ്. ചോദ്യം 1, ഹജ്ജും ഉംറയും നിർവഹിക്കാൻ എത്തുന്നത് എവിടെയാണ്? ഉത്തരം മക്ക. ഹജ്ജും ഉംറയും നിർവഹിക്കാൻ എത്തുന്നത് എവിടെയാണ്? ഉത്തരം മക്ക. ചോദ്യം 2, അള്ളാഹുവിനെ ആരാധിക്കാൻ സ്ഥാപിക്കപ്പെട്ട ആദ്യ ഭവനം ഏത്? ഉത്തരം കഅബ. ഉത്തരം കഅബ. ചോദ്യം 3, സംസം ഉറവയെടുത്തത് എവിടെ നിന്ന്? സംസം ഉറവയെടുത്തത് എവിടെ നിന്ന്? ഉത്തരം ഇസ്മായിൽ അലൈഹിസ്സലാം കരഞ്ഞു കാലിട്ടടിച്ച സ്ഥലത്ത്. ഇസ്മായിൽ അലൈഹിസ്സലാം കരഞ്ഞ് കാലിട്ടടിച്ച സ്ഥലത്ത്. താരിഖിലെ മൂന്നാമത്തെ പാഠം നോക്കാം. താരിഖിലെ മൂന്നാമത്തെ പാഠം ജനന വിശേഷങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ടുള്ള ചില വിശേഷണങ്ങളാണ് ഈ പാഠത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. നേരം പുലർന്നു. മക്ക നിവാസികൾ ഉണർന്നു. പതിവ് പോലെ ചിലർ വിഗ്രഹ പൂജക്കായി ആരാധനാലയത്തിലെത്തി. കവാടം തുറന്നു. എന്താണ് ഈ കാണുന്നത്? നാം ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ തലകുത്തി താഴെ വീണ് കിടക്കുന്നു. ആ കാഴ്ച കണ്ട് അവർക്ക് അത്ഭുതവും സങ്കടവും വന്നു. മക്കക്കാർ ദൈവങ്ങളായി പൂജിക്കുന്ന പ്രതിമകൾ തലകുത്തി വീണ് കിടക്കുന്ന വാർത്ത കാട്ടുതീ പോലെ പരന്നു. വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന എല്ലാ നാട്ടിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ. പേർഷ്യക്കാർ വർഷങ്ങളായി പൂജിച്ചു വന്നിരുന്ന അഗ്നികുണ്ഡം അണഞ്ഞുപോയിരിക്കുന്നു. പേർഷ്യൻ ചക്രവർത്തിയുടെ സിംഹാസനം തകർന്നു തരിപ്പണമായിരിക്കുന്നു. സമാവ ചെരുവിൽ സമുദ്രതുല്യമായ ജലപ്രവാഹം ഉണ്ടായി. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്താണ് കാരണം? മക്കയിലെ ഖുറൈശി ഗോത്രക്കാരനായ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുള്ളക്ക് ഒരു മകൻ പിറന്നിരിക്കുന്നു. കുഞ്ഞ് ജനിക്കുന്നതിന് 7 മാസം മുമ്പ് ഉപ്പ മരിച്ചുപോയിരുന്നു. ബനു സുഹ്റ ഗോത്രക്കാരനായ വഹബിൻ്റെ മകൾ ആമിന ബീവിയാണ് കുഞ്ഞിൻ്റെ മാതാവ്. ബനു സുഹ്റ ഗോത്രക്കാരനായ വഹബിൻ്റെ മകൾ ആമിന ബീവിയാണ് കുഞ്ഞിൻ്റെ മാതാവ്. AD 571 ഏപ്രിൽ 21 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച പ്രഭാതത്തോട് അടുത്ത സമയത്താണ് ആ കുഞ്ഞ് ജനിച്ചത്. കുഞ്ഞ് പിറന്ന ഉടനെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് കുഞ്ഞിനെ പരിശുദ്ധ കഅബയിൽ കൊണ്ടുപോയി അള്ളാഹുവിനെ സ്തുതിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തു. 7-ാം ദിവസത്തിൽ അഖീഖ അറുക്കുകയും മുഹമ്മദ് എന്ന് പേരിടുകയും ഖുറൈശികളെ വിളിച്ച് സദ്യ നൽകുകയും ചെയ്തു. ഈ കുഞ്ഞാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ ജനനത്തിലുണ്ടായ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ അതാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ കേട്ടത്. പിന്നെ തദ്രീബാത്തിൻ്റെ ഭാഗം കൂടി നമുക്ക് നോക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം പറയാം എന്നതാണ്. ചോദ്യം 1,
കുഞ്ഞ് പിറന്ന ഉടനെ പിതാമഹൻ എന്ത് ചെയ്തു? കുഞ്ഞ് പിറന്ന ഉടനെ പിതാമഹൻ എന്ത് ചെയ്തു? ഉത്തരം കഅബയിൽ കൊണ്ടുപോയി. ഉത്തരം കഅബയിൽ കൊണ്ടുപോയി. ചോദ്യം 2. വിഗ്രഹങ്ങൾ തലകുത്തി വീണത് എപ്പോൾ? വിഗ്രഹങ്ങൾ തലകുത്തി വീണത് എപ്പോൾ? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോൾ. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന സമയം പേർഷ്യയിലുണ്ടായ അത്ഭുതങ്ങൾ എന്തെല്ലാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന സമയം പേർഷ്യയിലുണ്ടായ അത്ഭുതങ്ങൾ എന്തെല്ലാം? ഉത്തരം പേർഷ്യക്കാർ വർഷങ്ങളായി പൂജിച്ചു വന്നിരുന്ന അഗ്നികുണ്ഡം അണഞ്ഞുപോയി. പേർഷ്യൻ ചക്രവർത്തിയുടെ സിംഹാസനം തകർന്നു തരിപ്പണമാകുന്നു. സമാവ ചെരുവിൽ സമുദ്ര തുല്യമായ ജലപ്രവാഹം ഉണ്ടായി. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ചേർത്തെഴുതാം എന്നതാണ്. വലതുഭാഗത്ത് നൽകിയ പദങ്ങളെ ഇടതുഭാഗത്തുള്ള കോളത്തിലുള്ള പദങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ബനു സുഹ്റ. ചേർത്തെഴുതാമെന്നതല്ല ഒന്നാമത്തെ ചോദ്യം. ബനു സുഹ്റ അതിനോട് യോജിച്ചതാണ് വഹബ്. ബനു സുഹ്റ വഹബ്. 2. നബിയുടെ ജനനം തിങ്കളാഴ്ച. നബിയുടെ ജനനം തിങ്കളാഴ്ച. ചോദ്യം 3. അബ്ദുൽ മുത്തലിബ് പിതാമഹൻ. അബ്ദുൽ മുത്തലിബ് പിതാമഹൻ. 4. അഖീഖ. ഏഴാം ദിവസം. അഖീഖ ഏഴാം ദിവസം. ചോദ്യം 5. സമാവ താഴ്വര. ജലപ്രവാഹം. സമാവ താഴ്വര ജലപ്രവാഹം. ഇനി നമുക്ക് ചില ഭാഗം നോക്കാം. യോജിപ്പിക്കാം എന്നുള്ളതാണ്. താഴെ കൊടുത്ത ചോദ്യങ്ങളിലേക്ക് ഏതാണോ ഉത്തരം ആ ഉത്തരം തിരഞ്ഞെടുത്ത് നമ്മൾ യോജിപ്പിക്കുക എന്നുള്ളതാണ്. ആ ഭാഗം എഴുതി കൊടുക്കുക. ചോദ്യം 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബീല അഥവാ ഗോത്രം ഖുറൈശ്. ചോദ്യം 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വർഷം AD 571. AD 571. ചോദ്യം 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേര് നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേര് നൽകിയത്. അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബാണ് പേര് നൽകിയത്. ചോദ്യം 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവ് മരണപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിൻ്റെ വർഷങ്ങൾക്ക് മുമ്പാണ്, മാസങ്ങൾക്ക് മുമ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന് 7 മാസം മുമ്പാണ് ഉപ്പ മരിച്ചു പോയത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിൻ്റെ 7 മാസം മുമ്പ് ഉപ്പയായ അബ്ദുള്ള മരണപ്പെട്ടത്. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം ഉസ്താദിനോട് ചോദിച്ചറിയാം എന്നതാണ്. ചോദ്യം 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൻ്റെ എത്രാം വർഷത്തിലാണ് നാം നിലകൊള്ളുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിൻ്റെ എത്രാം വർഷത്തിലാണ് നാം നിലകൊള്ളുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 53ാമത്തെ വയസ്സിലാണ് ഹിജ്റ വർഷം ആരംഭിക്കുന്നത്. ഇപ്പോഴത്തെ ഹിജ്റ വർഷവും കൂട്ടി നമുക്ക് നോക്കിയാൽ
നബിയുടെ ജനനത്തിൻ്റെ എത്രാം വർഷമാണ് എന്ന് നമുക്ക് ലഭ്യമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 53-ാമത്തെ വയസ്സും ഈ വർഷത്തെ ഹിജ്റ 1447 അഥവാ 1500 എന്നുള്ള കണക്ക് നമുക്ക് ലഭിക്കും. അതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന വർഷവുമായി ഇപ്പോൾ നിലനിൽക്കുന്ന കണക്ക് അങ്ങനെയാണ്. എത്രാം വർഷം എന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ചോദ്യം 2, ഇത് ക്രിസ്തു വർഷം ഏതാകുന്നു? 2025. ചോദ്യം 5, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിന പ്രശ്നോത്തരി അവതരിപ്പിക്കാം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള ഓരോ ചോദ്യങ്ങളും ഓരോ ദിവസം എന്ന നിലയിൽ അവതരിപ്പിക്കാനുള്ള ഒരു രീതിയാണ്. നമുക്ക് നബിയെക്കുറിച്ച് ഓരോന്നും ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. നബിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാവുക. താരീഖിൻ്റെ 4-ാമത്തെ പാഠം നോക്കാം. താരീഖിൻ്റെ 4-ാമത്തെ പാഠം കുടുംബ പരമ്പര എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയെക്കുറിച്ചാണ് ഈ പാഠത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര പിതാമഹന്മാരുടെ പേരറിയാം? 1-2 ആയിരിക്കുമല്ലേ? എന്നാൽ നമ്മുടെ നബി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20 പിതാമഹാന്മാരുടെ പേരുകൾ പ്രസിദ്ധമാണ്. ജുർഹും ഗോത്രത്തിലെ അദ്നാൻ മുതൽ ഖുറൈശ് ഗോത്രത്തിലെ അബ്ദുൽ മുത്തലിബ് വരെയുള്ളവരാണ് അവർ. നമുക്കവരുടെ ആ ഒരു ലിസ്റ്റ് നമുക്ക് ഇങ്ങനെ നോക്കാം. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോഴാണ് അവരുടെ കൃത്യമായ കണക്ക് നമുക്ക് ലഭിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉപ്പയുടെ പേര് അബ്ദുല്ലാ, അവരുടെ ഉപ്പയുടെ പേര് അബ്ദുൽ മുത്തലിബ്, അവരുടെ ഉപ്പ ഹാഷിം, അബ്ദുമനാഫ്, ഖുസയ്യ്, കിലാബ്, മുറത്ത്, കഅബ്, ലുഅയ്യ്, ഗാലിബ്, ഫിഹ്ർ, മാലിക്, നളർ, കിനാന, ഖുസൈമ, മുദ്രിക, ഇല്യാസ്, മുളർ, നിസാർ, മഅദ്, അദ്നാൻ. ഇങ്ങനെ 20 നബിയുടെ ഉപ്പാപ്പാന്മാരുടെ പേര് നമ്മൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. ഈ അദ്നാനിൽ നിന്നാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിലേക്കും പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലേക്കും ചെന്നെത്തുന്നത്. അപ്പോൾ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പര ഇബ്രാഹിം നബി അലൈഹി സ്വലാം വരെ ചെന്നെത്തുന്നു എന്നുള്ളത് നമുക്ക് ഈ കണക്കിലൂടെ തന്നെ അഥവാ പരമ്പരയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ചോദ്യത്തിൻ്റെ ചില പാഠത്തിലെ ഭാഗം നോക്കാം. ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ ഭാര്യയുടെ കുടുംബമാണ് ജുർഹും. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യയുടെ കുടുംബമാണ് ജുർഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും വംശപരമ്പര പരിശുദ്ധമാണ്. സത്യനിഷേധികളോ മാന്യത പുലർത്താത്തവരോ ആയി അവരിൽ ആരും ഉണ്ടായിട്ടില്ല. അത്രത്തോളം പരിശുദ്ധമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പര എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മക്കളിൽ നിന്ന് അള്ളാഹു ഇസ്മായിൽ അലൈഹിസ്സലാമിനെ തിരഞ്ഞെടുത്തു. ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ മക്കളിൽ നിന്ന് കിനാനയെയും കിനാനയിൽ നിന്ന് ഖുറൈശിനെയും ഖുറൈശിൽ നിന്ന് എന്നെയും തിരഞ്ഞെടുത്തു. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ പറഞ്ഞതും പഠിച്ചതും.
ഇനി നമുക്കൊരു ഉസ്താദിൻ്റെ കൂടെ പാട്ട് ചൊല്ലാം. ഒരു പാട്ടാണ്. ആ പാട്ടിലൂടെ ചുവന്ന കളറിൽ നൽകിയ പേരുകളെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയുടെ പേരാണ് എന്ന് ഓർക്കുക. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാഷിമും അബ്ദു മനാഫിൻ മുൻതസിബ് ഖുസൈ കിലാബുൻ മുറത്തുൻ കഅബുൻ ലുഐ ഗാലിബു ഫിഹ്റുൻ മാലികുൻ നളറുൻ ഉഖൈ കിനാനത്തുൻ ഖുസൈമത്തുൻ വമുദ്രിക ഇല്ലാസു സുമ്മ മൂളറുൻ കുൻ മുദ്രിക നിസാറുഹും മാ അദ്ദുഹും അദ്നാനു തർത്തീബുഹും അതാബിഹി തിബിയാനു. ഇനി നമുക്ക് തദ്രീബാത്തിൻ്റെ ഭാഗം നോക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിപ്പിക്കാം എന്നതാണ്. വലതു ഭാഗത്ത് നൽകിയ പദങ്ങളെ ഇടതു ഭാഗത്തിൽ നിന്ന് എടുത്ത് പൂയിപ്പിക്കാനുള്ളതാണ്. ചോദ്യം 1. ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതിനോട് യോജിക്കുന്നത് നിങ്ങൾക്ക് എഴുതാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതിനോട് യോജിക്കുന്നതാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം, അഥവാ ഉപ്പാൻ്റെ മകനാണ്. അതുകൊണ്ട് അവിടെ യോജിച്ചു. 2. അബ്ദുൽ മുത്തലിബ്. ആരാണ് അബ്ദുൽ മുത്തലിബ്? അബ്ദുൽ മുത്തലിബ് പിതാമഹനാണ്. പിതാമഹൻ. ചോദ്യം 3. ജുർഹും. ജുർഹും ആരുടെ ഗോത്രമാണ്? അദ്നാൻ. അദ്നാൻ എന്നവരെയാണ് കോണ്ടാക്റ്റുള്ളത്. നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, അബ്ദുൽ മുത്തലിബ് പിതാമഹൻ, ജുർഹും അദ്നാൻ. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം യോജിപ്പിക്കാം എന്നതാണ്. രണ്ടാമത്തെ ഭാഗം ഉത്തരം പറയാം എന്നതാണ്. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഉത്തരം പറയാം. ചോദ്യം 1. ഖുറൈശിൽ നിന്ന് തെരഞ്ഞെടുത്തു ആരെ? ഖുറൈശിൽ നിന്ന് തെരഞ്ഞെടുത്തത് ആരെ? ഉത്തരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ചോദ്യം 2. സത്യനിഷേധികൾ ഉണ്ടായിട്ടില്ല ഏത് പരമ്പരയിൽ? സത്യനിഷേധികൾ ഉണ്ടായിട്ടില്ല ഏത് പരമ്പരയിൽ? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽ. ചോദ്യം 3. ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ മക്കളിൽ നിന്ന് തെരഞ്ഞെടുത്തു ആരെ? ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ മക്കളിൽ നിന്ന് തെരഞ്ഞെടുത്തു ആരെ? ഉത്തരം കിനാന. കിനാനയെയാണ് തിരഞ്ഞെടുത്തത്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ മക്കളിൽ നിന്ന് കിനാനയെയാണ് തിരഞ്ഞെടുത്തത്. നമുക്ക് അടുത്ത ഭാഗം പൂരിപ്പിക്കാം എന്നുള്ളതാണ്, അഥവാ ബൈത്തിൻ്റെ പൂരിപ്പിക്കാനുള്ളതാണ്. ഖുസൈ കിലാബുൻ മുറത്തുൻ കഅബുൻ ലുഐ ഖാലൂ ഗാലിബു ഫിഹിറുൻ മാലികുൻ നളറുൻ ഉഖൈ ഖുസൈ കിലാബുൻ മുറത്തുൻ കഅബുൻ ലുഐ ഗാലിബു ഫിഹിറുൻ മാലികുൻ നളറുൻ ഉഖൈ കിനാനത്തുൻ ഖുസൈമത്തുൻ വമുദ്രിക ഇല്ലാസു സുമ്മ മൂളറുൻ കുൻ മുദ്രിക. ഇനി നമുക്ക് എൻ്റെ കുടുംബം എന്നുള്ളൊരു ചാർട്ട് തയ്യാറാക്കാനുള്ളതാണ്. ഇവിടെ നമുക്ക് എന്തെല്ലാം കൊടുക്കണം? 1. എൻ്റെ പിതാവിൻ്റെ പേരാണ് മുകളിൽ കൊടുക്കേണ്ടത്. അതിൻ്റെ താഴെ കൊടുക്കേണ്ടത് നമ്മുടെ ഉപ്പയുടെ പേരാണ്.
മറ്റേ സൈഡിൽ കൊടുക്കേണ്ടത് ഉമ്മയുടെ പേരാണ്. ശേഷം ഉപ്പയുടെ ഉപ്പയെയും ഉമ്മയെയും, അഥവാ ഉപ്പയുടെ ഉപ്പയാണ് ജദ്ദുൻ, ഉമ്മയുടെ ഉമ്മയാണ് ജദ്ദത്തുൻ, ആ രൂപത്തിൽ പഠിക്കുക. നമുക്കിനി ചോദ്യത്തിൻ്റെ മറ്റൊരു ഭാഗം നമ്മൾ കണ്ടല്ലോ. ഇത് നന്നായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. നമ്മുടെ ഉപ്പയെയും അതേപോലെ മറ്റുള്ളവരെയും കൂടി നമ്മളതിലേക്ക് ചേർക്കുക. ചോദ്യത്തിൻ്റെ 5ാമത്തെ ഭാഗം MS-ലെ 5ാമത്തെ പാഠം നമുക്ക് നോക്കാം. 5ാമത്തെ പാഠം കുട്ടിക്കാലം എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുട്ടിക്കാലത്തുണ്ടായ ചില സംഭവങ്ങളാണ് ഈ പാഠത്തിലൂടെ വിവരിക്കാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു. മാതാവ് ആമിന ബീവിയെ 7 ദിവസം പോന്നു. മോൻ മുലപ്പാലും പരിചരണവും നൽകി. ഏതാനും ദിവസങ്ങൾ സുവൈബത്തുൽ അസ്ലമിയയുടെയും മുലയൂട്ടി. അക്കാലത്ത് മക്കയിൽ ഒരു പതിവുണ്ടായിരുന്നു. മക്കളെ മുലയൂട്ടി വളർത്തുന്ന ഗ്രാമീണ ശത്രുക്കളുടെ അടുത്ത് കുഞ്ഞുങ്ങൾ പോറ്റുന്നതിനായി ഏൽപ്പിക്കും. ആമിന ബീവി തൻ്റെ മകനെ ഏൽപ്പിച്ചത് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ എന്ന മഹദിയെയാണ്. ഈ കുട്ടിയെ ലഭിച്ചപ്പോൾ ഹലീമക്ക് വലിയ സന്തോഷമായി. 2 വയസ്സ് വരെ ഹലീമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുലപ്പാൽ നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോറ്റുമ്മയായി ഹലീമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ എത്തിയത് മുതൽ അവിടെ വലിയ ബർക്കത്തുകൾ ഉണ്ടായി. വർഷങ്ങളിൽ ധാരാളം കായ്കനികൾ ഉണ്ടായി. പാല് വറ്റി മെലിഞ്ഞൊട്ടിയിരുന്ന ആടുകൾ ശരീരമെല്ലാം നന്നായി ധാരാളം പാല് ചെറുതാണ് തുടങ്ങി. പാല് വറ്റി മെലിഞ്ഞൊട്ടിയിരുന്ന ആടുകൾ ശരീരമെല്ലാം നന്നായി ധാരാളം പാല് ചുരത്താൻ തുടങ്ങി, അഥവാ നൽകാൻ തുടങ്ങി. ഹലീമ ബീവിക്ക് മുല കുടിക്കുന്ന ഒരു മകനുണ്ടായിരുന്നു. ലംറത്ത് സഹോദരനും കൂട്ടുകാരനുമായ ആ കുട്ടിക്ക് കൂടി മുലപ്പാൽ വേണമെന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലത് മുലയിലെ പാല് മാത്രമേ കുടിക്കാറുണ്ടായിരുന്നുള്ളൂ. പാലൂട്ടൽ കാലം കഴിഞ്ഞിട്ടും 2 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോറ്റുമ്മയുടെയും കൂട്ടുകാരൻ്റെയും കൂടെ താമസിപ്പിച്ചു. ഒരു സംഭവം നോക്കാം. ഒരിക്കൽ ഹലീമ ബീവിയുടെ മകൻ ലംറത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആട് മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ 3 ആളുകൾ വന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ച് പിളർത്തി നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ച് പിളർത്തി ഹൃദയം പുറത്തെടുത്തു. ഒരു കറുത്ത രക്തക്കട്ട നീക്കം ചെയ്തു. കഴുകി വൃത്തിയാക്കി പൂർവ്വസ്ഥിതിയിലാക്കി അവർ മടങ്ങിപ്പോയി.
മനുഷ്യരൂപത്തിലെത്തിയ മലക്കുകളായിരുന്നു അത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുബ്ഹി ഭാഗങ്ങളെല്ലാം, നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നമുക്ക് ആ സമയത്ത് ഈ കാര്യം പഠിച്ച് മനസ്സിലാക്കാം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയം വൃത്തിയാക്കി, കഴുകി വൃത്തിയാക്കി പൂർവ്വസ്ഥിതിയിലാക്കി അവർ മടങ്ങുകയാണ് ചെയ്തത്. ഇവിടെ എത്തിയത് മലക്കുകളായിരുന്നു. മനുഷ്യരൂപത്തിലെത്തിയ മലക്കുകളായിരുന്നു അവർ. നമുക്ക് ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ ഭാഗം ചേർത്തെഴുതാം എന്നതാണ്. ചോദ്യം 1, ഹലീമ ബീവി. അതിനോട് ചേർന്നതാണ് മുലയൂട്ടൽ. ഹലീമ ബീവി മുലയൂട്ടൽ. 2, മുലകുടിക്കാലം. 2 വയസ്സ്. 2 വയസ്സ്. 3, മലക്കുകൾ. ഹൃദയം കഴുകി വൃത്തിയാക്കി. ഹൃദയം കഴുകി വൃത്തിയാക്കി. 4, ലംറത്ത് കൂട്ടുകാരൻ. ലംറത്ത് കൂട്ടുകാരൻ. 5, വൃക്ഷങ്ങളിൽ. അതിനോട് യോജിച്ചത് കായ്കനികളുണ്ടായി. വൃക്ഷങ്ങളിൽ കായ്കനികളുണ്ടായി. 6, പാലൂട്ടൽ കാലം കഴിഞ്ഞും 2 വർഷം താമസിച്ചു. പാലൂട്ടൽ കാലം കഴിഞ്ഞും 2 വർഷം താമസിച്ചു. ഇനി നമുക്ക് ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നോക്കാം. രണ്ടാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ഉത്തരം എഴുതാം എന്നുള്ളതിൽ ഒന്നാമത്തെ ചോദ്യം, മക്കയിലെ ഒരു പതിവായിരുന്നു എന്ത്? ഉത്തരം, മക്കയിലെ ഒരു പതിവായിരുന്നു എന്ത്? അതിൻ്റെ ഉത്തരം, മക്കളെ മുലയൂട്ടി വളർത്തുന്ന ഗ്രാമീണ സ്ത്രീകളുടെ അടുത്ത് കുഞ്ഞുങ്ങളെ പോറ്റുന്നതിനായി ഏൽപ്പിക്കും. മക്കളെ മുലയൂട്ടി വളർത്തുന്ന ഗ്രാമീണ സ്ത്രീകളുടെ അടുത്ത് കുഞ്ഞുങ്ങളെ പോറ്റുന്നതിനായി ഏൽപ്പിക്കും. ചോദ്യം 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹലീമ ബീവിയുടെ അടുക്കൽ താമസിച്ചത് എത്ര കാലം? ഉത്തരം, 2 വർഷം. അഥവാ മുലയൂട്ടൽ കഴിഞ്ഞതിന് ശേഷം 2 വർഷം താമസിച്ചു. ചോദ്യം 3, ലംറത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിഗണിച്ചു എങ്ങനെ? ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലത് മുലയിലെ പാല് മാത്രമേ കുടിക്കാറുണ്ടായിരുന്നുള്ളൂ. അഥവാ ഇടത്തെ മുലപ്പാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലംറത്തിന് വേണ്ടി ഒഴിവാക്കിയതാണ്. ഇനി നമുക്ക് ചോദ്യത്തിൻ്റെ 3ാമത്തെ ഭാഗം നോക്കാം. കഥയായി അവതരിപ്പിക്കുക. ആട് മേയ്ക്കുമ്പോൾ ഉണ്ടായ സംഭവം, അതൊരു കഥാ രൂപത്തിലായിട്ട് അതിനെ മാറ്റണം. നമുക്ക് ഇങ്ങനെ നോക്കാം. ഒരിക്കൽ ഹലീമ ബീവിയുടെ മകൻ ലംറത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആട് മേய்ച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ 3 ആളുകൾ വന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നബിയുടെ നെഞ്ച് പിളർത്തി ഹൃദയം പുറത്തെടുത്തു. ഒരു കറുത്ത രക്തക്കട്ട നീക്കം ചെയ്തു. കഴുകി വൃത്തിയാക്കി പൂർവസ്ഥിതിയിലാക്കി അവർ മടങ്ങി. മനുഷ്യരൂപത്തിലെത്തിയ മലക്കുകളായിരുന്നു അവർ.
ഇനി നമുക്ക് പാഠത്തിൻ്റെ 6ാം പാഠം നോക്കാം. താരീഖിൻ്റെ 6ാമത്തെ പാഠം മാതാവിൻ്റെ വിയോഗം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാവിൻ്റെ മരണം ഇത് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണ് ഇതിൽ പറയുന്നത്. നമുക്ക് നോക്കാം. മുലകുടി പ്രായം കഴിഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ചു കാലം കൂടി പോറ്റുമ്മയുടെയും കൂട്ടുകാരൻ്റെയും കൂടെ താമസിച്ചല്ലോ. പിന്നീട് പെറ്റുമ്മയായ ആമിന ബീവിയുടെ കൂടെ തന്നെയായി താമസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 6 വയസ്സുള്ള കാലം ആമിന ബീവി പൊന്നുമോനെയും കൊണ്ട് മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടു. കൂടെ ഉമ്മു ഐമൻ എന്ന സഹായിയും ഉണ്ടായിരുന്നു. അബ്ദുൽ മുത്തലിബിൻ്റെ അമ്മാവന്മാരടക്കം കുടുംബക്കാരെ സന്ദർശിക്കലായിരുന്നു യാത്രയുടെ ലക്ഷ്യം. 1 മാസം അവർ മദീനയിൽ താമസിച്ചു. ഇതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീന്തൽ പഠിച്ചു. മദീനയിൽ വച്ച് ഒരു ജൂത പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടി. തൗറാത്തിൽ ഒരു അന്ത്യ പ്രവാചകനെക്കുറിച്ച് പറയുന്നുണ്ടെന്നും ആ പ്രവാചകൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഈ കുട്ടിയിൽ കാണുന്നുണ്ടെന്നും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ളവരെ അറിയിച്ചു. മറ്റാരെങ്കിലും കുട്ടിയെ ഇപ്രകാരം തിരിച്ചറിഞ്ഞ് കുട്ടിയെ അപായപ്പെടുത്താൻ ഇടവരുമെന്ന് മനസ്സിലാക്കി അവർ മദീനയിൽ നിന്ന് മടങ്ങാൻ തീരുമാനിച്ചു. മടക്കയാത്രയിൽ അബവാ എന്ന സ്ഥലത്ത് വെച്ച് ആമിന ബീവിക്ക് രോഗം ബാധിച്ചു. അവിടെ വെച്ച് തന്നെ അവർ വഫാത്തായി. അവിടെ തന്നെ മറവ് ചെയ്യപ്പെടുകയും ചെയ്തു. അന്ന് അവർക്ക് 20 വയസ്സായിരുന്നു. കുട്ടിയുമായി ഉമ്മു ഐമൻ മക്കയിലെത്തുകയും അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇനി നമുക്ക് പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൻ്റെ 1ാമത്തെ ഭാഗം ചോദ്യം ശരിയായ ഭാഗം ശരിയും തെറ്റും അടയാളപ്പെടുത്താം എന്നതാണ്. ചോദ്യം 1. ആമിന ബീവിക്ക് രോഗം ബാധിച്ചത് മദീനയിൽ വെച്ച്. തെറ്റാണ്. അബവാ എന്ന സ്ഥലത്ത് വെച്ചാണ് അങ്ങനെ ഉണ്ടായത്. ചോദ്യം 2. ആമിന ബീവിയുടെ ഖബർ അബവായിലാണ്. ശരിയാണ്. ചോദ്യം 3. മരണപ്പെടുമ്പോൾ ആമിന ബീവിയുടെ വയസ്സ് 20 ശരിയാണ്. ചോദ്യം 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വെച്ച് നീന്തൽ പഠിച്ചു. ശരിയാണ്. ചോദ്യത്തിൻ്റെ 2ാമത്തെ ഭാഗം ഉത്തരം പറയാമെന്നതാണ്. ചോദ്യം 1. ഉമ്മയോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ താമസിച്ച കാലം എത്ര? ഉത്തരം 1 മാസം. ചോദ്യം 2. ഉമ്മു ഐമൻ കുട്ടിയെ എന്ത് ചെയ്തു? ഉമ്മു ഐമൻ കുട്ടിയെ എന്ത് ചെയ്തു? ഉത്തരം കുട്ടിയുമായി ഉമ്മു ഐമൻ മക്കയിലെത്തുകയും അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ചോദ്യം 3. ഉമ്മ മരണപ്പെടുമ്പോൾ നബി തങ്ങളുടെ പ്രായം എത്ര? ഉത്തരം 6. ഉത്തരം 6. ചോദ്യം 4. ഈ കുട്ടിയിൽ അന്ത്യപ്രവാചകരുടെ ലക്ഷണങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞത് ആര്? ഉത്തരം ജൂത പണ്ഡിതൻ. ഉത്തരം ജൂത പണ്ഡിതൻ. പാഠങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക. പരീക്ഷയിൽ ഉന്നത വിജയം നേടുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
وآخر دعوانا أن الحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.